Good morning all. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ? ക്ലിയർ ആണോ? നമ്മ ഫ്രണ്ട് ഓഫീസ് വരെയാണല്ലേ എടുത്തത്. ഫ്രണ്ട് ഓഫീസിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വരെയല്ലേ മിസ് എടുത്തത് കഴിഞ്ഞ ദിവസം? നെക്സ്റ്റ് ഫ്രണ്ട് ഓഫീസ് ക്വാളിറ്റി ഫ്രണ്ട് ഓഫീസിന്റെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് മുതലല്ലേ മിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ? തുടങ്ങാം അല്ലേ ക്ലാസ്? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഫ്രണ്ട് ഓഫീസിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. അത് അനലൈസ് ചെയ്യുന്നത്, അസസ് ചെയ്യുന്നത് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ്. നമ്മുടെ ഫ്രണ്ട് ഓഫീസിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നോക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് അല്ലെ? നമ്മുടെ ഒപിയിൽ വരുന്ന പേഷ്യൻസ് എത്ര പേര് തൃപ്തരാണ് അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ എത്ര പേര് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് നോക്കുന്നതാണ് ഫസ്റ്റത്തെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. നെക്സ്റ്റ് പറയുന്നത് വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. നമ്മുടെ പേഷ്യൻസ് വന്നിരിക്കുന്ന പേഷ്യൻസിൽ ആ ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി എന്താണ് അവർക്ക് എത്ര സമയമാണ് വെയിറ്റ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത് അല്ലെ? ഇപ്പൊ എന്താണ് ഒരുപാട് സമയമൊക്കെ വെയിറ്റ് ചെയ്യാൻ പാടുണ്ടോ ഡോക്ടർ അപ്പോയിന്റ്മെന്റിന് വേണ്ടി നമ്മുടെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ? ഇല്ല അല്ലെ? ചിലര് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒച്ചെടുക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? രജിസ്ട്രേഷൻ കൗണ്ടറിൽ ആ ഒരു റിസപ്ഷനിൽ വന്നിട്ട് എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പൊ ആ ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പേഷ്യൻസ് എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ അത്? നെക്സ്റ്റ് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അസസ് ചെയ്യുന്നത് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഫസ്റ്റ് വരുന്നത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി. നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ അഡ്മിറ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്ത് കൊടുക്കുന്നുണ്ട്? ഡിസ്ചാർജ് സമ്മറി കൊടുക്കുന്നുണ്ട് അല്ലെ? ആ ഒരു ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടുത്താത്ത എത്ര മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. ICD കോഡിംഗ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. നമ്മ ഓരോ അസുഖങ്ങളെയും സിംറ്റംസിനെയും നമ്മ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മ മെറ്റീരിയൽസിൽ പഠിച്ചു അല്ലെ? മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്ന ആൽഫബറ്റിക്കൽ ഓർഡറില് അല്ലെങ്കിൽ ന്യൂമറിക്കൽ വെച്ച് കണ്ട് അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മ ഓരോ അസുഖങ്ങളെയും അതിന്റെ സിംറ്റംസിനെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ICD കോഡിംഗ് ഉപയോഗിക്കാതെ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ഇപ്പൊ നമ്മൾ E66 എന്നെഴുതാണെങ്കിൽ ഒബ്സിറ്റി അല്ലെ, പൊണ്ണത്തടി എന്നൊക്കെ പറയില്ലേ, ആ ഒരു അസുഖത്തിനെയാണ് നമ്മൾ E66 ഉപയോഗിക്കുന്നത്. പിന്നെ
O00 to O99 വരെയും നമ്മുടെ പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ O00 മുതൽ O99 വരെയുള്ള കോഡുകൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ അസുഖങ്ങൾക്കും ഓരോ സിംറ്റംസിനും കോഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ICD കോഡുകൾ ഉപയോഗിക്കാത്ത എത്ര മെഡിക്കൽ റെക്കോർഡുകൾ അവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അത് നോക്കുന്നുണ്ട്. ICD എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ classification of disease. Okay, അത് ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസേൺ അല്ലെ, നമ്മുടെ പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും പ്രോപ്പറായി ഉൾപ്പെടുത്താത്ത രീതിയിൽ ഇംപെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പേഷ്യന്റിന്റെ പ്രോപ്പർ സമ്മതത്തോടെ അല്ലാതെ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഹോസ്പിറ്റലിൽ തയ്യാറാക്കിയിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡ്സുകൾ അല്ലെ, നമ്മുടെ പേഷ്യൻസിന്റെ ഏതെങ്കിലും വെർഷൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ അവിടെ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടോ, മിസ്സായിട്ടുണ്ടോ, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ് ബെഡ് ഓക്യുപ്പൻസി റേറ്റ്, അതില the bed occupancy rate BOR ട്ടോ, അത് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, അടയാളപ്പെടുത്തുക, അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. Bed occupancy rate is a measure of utilization of the available bed capacity in a hospital. ഒരു ഹോസ്പിറ്റലിലുള്ള ബെഡിന്റെ കപ്പാസിറ്റി അല്ലെ, എത്ര ബെഡ്സുകൾ ഉണ്ട്, അത് നമ്മൾ എത്രമാത്രം ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിന്റെ അളവിനെയാണ്, മെഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബെഡ് ഓക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് it denotes the percentage of bed occupied by patients is defined period of time, normally a year. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമില് നോർമലി നമ്മൾ ഒരു വർഷത്തേക്കൊക്കെയാണ് നോക്കുന്നത്. അപ്പൊ ആ ഒരു വർഷം നമ്മുടെ ഹോസ്പിറ്റലിലെ ബെഡ്സുകൾ എത്ര പേഷ്യൻസ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ, ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് എന്തു പറയാം? ഒരു വർഷം ഒരു ഹോസ്പിറ്റലില് എത്ര പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെ, അങ്ങനെ അറിഞ്ഞൂടെ? ഒരു വർഷം കൊണ്ട് ഒരു ഹോസ്പിറ്റലില് എത്ര പേര് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെ, ആ ഒരു പെർസെന്റേജ് നോക്കുന്നു. അതാണ് ബെഡ് ഓക്യുപ്പൻസി റേറ്റ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ലെങ്ത് ഓഫ് സ്റ്റേ, LOS. ക്വസ്റ്റ്യൻ വരാം. LOS, ലെങ്ത് ഓഫ് സ്റ്റേ അല്ലെ, നമ്മളെ എത്ര ദിവസം ആ ഒരു ഹോസ്പിറ്റലില് സ്റ്റേ ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട് അല്ലെ, 3 ദിവസമാണോ 5 ദിവസമാണോ, അങ്ങനെയുള്ള ആ ഒരു പ്രൊപ്പോർഷൻ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് മോർട്ടാലിറ്റി റേറ്റ്, എന്താണ്? മരണനിരക്ക് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, എന്താണ്? ജനന മരണ നിരക്ക്. നമ്മുടെ ഹോസ്പിറ്റലില് എത്ര പേര് ജനിച്ചിട്ടുണ്ട്, എത്ര പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് അല്ലെ, ആ ഒരു മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് നോക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് പ്രൊപ്പോർഷണൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്, എന്താണ്? ശിശു മരണ നിരക്ക് എത്രയാണ്, അതിന്റെ പെർസെന്റേജും നോക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ക്വാളിറ്റി മാനേജ്മെന്റ് എടുത്തു തുടങ്ങിയോ? ക്വാളിറ്റി മാനേജ്മെന്റ് 4th മൊഡ്യൂളില് ഓർമ്മയില്ല? അവണി ഇല്ല അല്ലെ? ഇല്ല. അപ്പൊ നമുക്ക് നമ്മൾ ഈ പഠിക്കുന്നതില് ഇതിന്റെ ഇക്വേഷൻസ് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്, ക്വാളിറ്റി മാനേജ്മെന്റിൽ പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, ക്ലിയർ അല്ലേ? HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നോക്കുന്നത് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ്. എന്താണ് നോക്കുന്നത്? നമ്മ ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് നോക്കുന്നുണ്ട് അല്ലെ, അതേപോലെ തന്നെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാല് ആ ഒരു ഹോസ്പിറ്റലിലെ മനുഷ്യ വിഭവ ശക്തിയാണ് അല്ലെ, സ്റ്റാഫുകളെയാണ് അല്ലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റാഫുകളുടെ സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്, അവര് ആ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളില് അവരുടെ പെർഫോമൻസില് അല്ലെ, അവരുടെ ഫെസിലിറ്റീസില് അവരെ തൃപ്തരാണോ അല്ലെ, സാറ്റിസ്ഫൈഡ് ആണോ,
അതിന്റെ ഇൻഡെക്സ് നോക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് എംപ്ലോയി അട്രീഷൻ റേറ്റ്. എംപ്ലോയി അട്രീഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ആ ഒരു ടൈം പീരീഡ് എത്തുന്നതിന് മുമ്പ് തന്നെ അവരെന്ത് ചെയ്യുക, ആ ഒരു ജോലി ഉപേക്ഷിച്ച് പോവില്ലേ? ചിലപ്പോ അവിടെ ഒരുപാട് വർക്ക് ആയതുകൊണ്ടാകാം, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് വന്നത് കൊണ്ടാകാം. അപ്പൊ അവരെന്ത് ചെയ്യും, ജോലി വേണ്ടാന്ന് വെച്ച് പോകും അല്ലേ? അപ്പൊ ആ ഒരു അട്രീഷൻ റേറ്റ്, നമ്മുടെ സ്റ്റാഫുകളുടെ കൊഴിഞ്ഞു പോക്കെന്ന് പറയും, ആ ഒരു റേറ്റ് നോക്കുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എംപ്ലോയി ആബ്സെന്റീസം റേറ്റ് അല്ലെ. നമ്മുടെ എംപ്ലോയീസ് ആബ്സെന്റീസം, അവര് വർക്കിന് ഡ്യൂട്ടിക്ക് കയറാത്ത ആ ഒരു ആബ്സെന്റീസം റേറ്റ് എങ്ങനെയാണ്, ഒരുപാട് ആബ്സെന്റുകൾ വരുന്നുണ്ടോ അല്ലെ, അങ്ങനെയുള്ള ആ ഒരു റേറ്റ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് who are informed of employee rights, responsibilities and welfare scheme. എന്താണ്, നമ്മുടെ എംപ്ലോയീസ് എത്ര പേർക്ക് അവരുടെ എന്താണ് എംപ്ലോയീസിന്റെ ജീവനക്കാരുടെ അവകാശങ്ങളെ കുറിച്ച്, അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്, അവരുടെ വെൽഫെയർ സ്കീമിനെ കുറിച്ച് അവർക്ക് ഇൻഫർമേഷൻ ഉണ്ട് അല്ലെ, അറിവുണ്ട്. അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് പ്രീ എക്സ്പോസർ പ്രൊഫിലാക്സിസ്. എന്താണ്, നമ്മുടെ സ്റ്റാഫുകള് നമ്മുടെ പേഷ്യൻസിന്റെ ഇടയിൽ ജോലി ചെയ്യുന്നവരാണ് അല്ലെ, അല്ലേ? അപ്പൊ അവർക്ക് ഇൻഫെക്ഷൻ ഒക്കെ വരാൻ പെട്ടെന്ന് സാധ്യതയുണ്ട് അല്ലെ. എയ്ഡ്സ്, മറ്റ് ഇൻഫെക്ഷൻസ്, എന്താണ് റിസ്ക്കുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ പെട്ടെന്ന് വരുമല്ലോ. അപ്പൊ അതിനെതിരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി, ഇൻഫെക്ഷൻസ് പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഈ ആന്റിബയോട്ടിക്സുകള്, പ്രൊഫിലാക്സിസ്, എക്സ്പോസർ ആന്റിബയോട്ടിക്സുകൾ എത്ര പേര്, എത്ര സ്റ്റാഫുകൾ എടുത്തിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നമുക്കറിയാം നിപ്പ വൈറസ് വന്നപ്പോ ഒരു സ്റ്റാഫ്, ഒരു നഴ്സ് മരിച്ചു പോയില്ലേ, ഇന്ന് നമ്മ ഓർക്കുന്നുണ്ട് അല്ലെ, ആണോ? അപ്പൊ അവർക്ക് എന്താണ്, ആ സ്റ്റാഫുകൾക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് ആ ഒരു ഇൻഫെക്ഷൻസ്, അവരുടെ ശരീരത്തിലേക്ക് ഇൻഫെക്ഷൻ പ്രവേശിക്കുന്നത് തടയുന്നതിന് വേണ്ടി എന്തെടുക്കുന്നുണ്ട്, അവര് ഇങ്ങനെയുള്ള ആന്റിബയോട്ടിക്സുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആന്റിബയോട്ടിക്സുകൾ എത്ര സ്റ്റാഫുകൾ എടുത്തിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, നെക്സ്റ്റ് എടുക്കാലോ. ഡിസ്ചാർജ് സമ്മറി. അതിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നോക്കുന്നത് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ്. അതിലൊരു ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളൂ. ആരാണ്, എന്താണത്, ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് അല്ലെ. നമ്മുടെ ഡിസ്ചാർജ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആകുന്നതിന് വേണ്ടി എത്ര സമയം എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നോക്കുന്നത് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം അല്ലെ. നമ്മുടെ ആ ഒരു ക്രിട്ടിക്കൽ എക്യുപ്മെന്റുകള്, നിർണായക ഉപകരണങ്ങളുടെ തകർച്ചാ സമയം അല്ലെ. എന്താണ്, ബയോമെഡിക്കൽ എക്യുപ്മെന്റ് അല്ലെ, വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബയോമെഡിക്കൽ എക്യുപ്മെന്റുകള്, ജനറൽ എക്യുപ്മെന്റുകളൊക്കെ തകരാറിലായ ആ ഒരു സമയം എത്രയാണ്, അത് നോക്കുന്നു. നെക്സ്റ്റ് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ് അല്ലെ. എന്താണ്, നമ്മുടെ ഓരോ OT-ല, ഓപ്പറേഷൻ തിയേറ്റേഴ്സില, ICU-ല, ജനറൽ എക്യുപ്മെന്റുകളൊക്കെ നമ്മൾ എത്രമാത്രം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്, അതിന്റെ റേറ്റ് നോക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ അത്? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. എലിജിബിലിറ്റി to apply for hospital accreditation. നമ്മുടെ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ അല്ലെ, നമുക്ക് അപേക്ഷിക്കാനുള്ള നമ്മുടെ യോഗ്യത, ആ ഒരു ഹോസ്പിറ്റലിനുള്ള യോഗ്യത എന്തൊക്കെയാണ്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ HCO that satisfy the following requirements. എന്താണ്, നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് താഴെ പറയുന്ന കാര്യങ്ങള്, ആവശ്യകതകള് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ. എന്നിൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ യോഗ്യരായിട്ടുള്ളൂ. അപ്പൊ നമുക്കറിയാം HCO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാബ് എങ്ങനെയാണ് HCOയും HCO ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. ആരെയാണ് HCOയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നാബ് ഹോസ്പിറ്റലിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു പഠിച്ചു. സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. മറന്നോയോ?
ഈ ചാപ്റ്റർ തന്നെ മിസ് മുമ്പ് എടുത്തതാണ്. ശരണ്യ, അമിനക്ക് ഓർമ്മയുണ്ട് അല്ലെ? അപ്പൊ HCO എന്ന് പറഞ്ഞാൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 50 ബെഡ്സ് അല്ലെ? മോർ ദാൻ 50 ബെഡ്സ് ആണ് അല്ലെ? മോർ ദാൻ 50 ബെഡ്സ് ആണ് അല്ലെ? അപ്പൊ കറന്റ്ലി ഇൻ ഓപ്പറേഷൻ ആസ് എ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഇറ്റ് ഷുഡ് ബി അബവ് 50 beds. In hospital below 50 beds will come under HCO standards. എന്താണ് നിലവിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ ആ ഒരു ഹോസ്പിറ്റലിൽ 50 ബെഡ്സിൽ കൂടുതൽ വേണം. 50 ബെഡ്സിൽ താഴെയാണെങ്കിൽ അവരെ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡുകളിലാണ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ അല്ലേ? ആ ഒരു മാനദണ്ഡങ്ങൾ കണ്ടറിലായിരിക്കും വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് the hospital has the minimum volume of patients which will evaluate the quality of care given to patients which is presently 30%. എന്താണ് നമ്മുടെ രോഗികൾക്ക് നൽകുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം നിർണയിക്കണം അല്ലെ? അപ്പൊ അതിന് ആ ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും കുറഞ്ഞത് ഇത്ര പെർസെന്റേജ് രോഗികൾ വേണമെന്നുണ്ട്. ആ ഒരു രോഗികളുടെ പെർസെന്റേജ് 30% ആണ്. അത്രയെങ്കിലും പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു ഹോസ്പിറ്റലിന് നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മുടെ രോഗികൾക്ക് നൽകുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം വിലയിരുത്തുന്ന ഏറ്റവും കുറഞ്ഞ രോഗികളുടെ എണ്ണം പറയുന്നുണ്ട്. ആ ഒരു രോഗികളുടെ പെർസെന്റേജ് 30% ആണ്. ഒരു 15% രോഗികൾ ആ ഒരു ഹോസ്പിറ്റലിൽ വരുന്നുള്ളൂ. നമുക്ക് പറയാൻ പറ്റോ ആ ഒരു ഹോസ്പിറ്റൽ ഉയർന്ന ഗുണനിലവാരത്തിലാണ് കൊടുക്കുന്നത് എന്ന് പറയാൻ പറ്റോ? നാബിന്റെ അക്രഡിറ്റേഷൻ ഇല്ല അല്ലെ? കുറച്ച് പേഷ്യന്റ് ആണല്ലേ അവിടെ വരുന്നത്. അപ്പൊ എന്താണ് ഏറ്റവും കുറഞ്ഞത് 30% എങ്കിലും രോഗികളുള്ള ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് the organization that commits to abide by NAB standard are applicable legal, statutory, regulatory requirements. എന്താണ് നമ്മുടെ നാബിന്റെ മാനദണ്ഡങ്ങളും അല്ലെ? എന്താണ് നിയമ ലീഗൽ ആയിട്ടുള്ളത് നിയമപരമായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചു അല്ലെ? ഓർമ്മയുണ്ടോ? നിയമപരമായിട്ടുള്ള റെഗുലേറ്ററി റിക്വയർമെന്റ്സുകൾ അപ്ലൈ ചെയ്യുന്ന അല്ലെ? എന്താണ് സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്, ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് മാത്രമല്ലേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ? പ്രതിജ്ഞാബദ്ധരായിരിക്കണം അല്ലെ? നമ്മ നാബ് പറയുന്ന സ്റ്റാൻഡേർഡുകള്, അവര് പറയുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങള് അല്ലെ? പിന്നെ എന്താണ് റെഗുലേറ്ററി അല്ലെ? എന്താണ് നിയന്ത്രണ ആവശ്യങ്ങളും സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിന് മാത്രമാണ്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് മാത്രമാണ് എന്താണ് നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെ? ഇപ്പൊ നമ്മ പറഞ്ഞു കമ്മിറ്റീസ് അല്ലെ? ഇന്ന കമ്മിറ്റീസ് വേണം, ഇത്ര മാനുവൽസ് വേണം എന്നൊക്കെ പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഇന്ന സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സുകൾ വേണം, നാബിന് ഇന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അവിടെ പ്രാവർത്തികമാക്കണം എന്നൊക്കെ പറഞ്ഞോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് എന്താണ് പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ഒരു സ്ഥാപനമായിരിക്കണം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് the health care organization should have implemented NAB standards and HCO for a minimum of 3 months. എന്താണ് നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ? ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നമ്മ നാബ് പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡുകള് എന്താണ് മിനിമം അല്ലെ? കുറഞ്ഞത് 3 മാസത്തേക്കെങ്കിലും ആ ഒരു ഹോസ്പിറ്റലില് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് these standards are to be used by a whole organization and not for a certain services within the organization അല്ലെ? അപ്പൊ നമ്മ ഈ നാബിന്റെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഒരുപാട് ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചു അല്ലെ? ഓരോ MRD, ഫാർമസി, എന്താണ് HRM ഒക്കെ പഠിച്ചില്ലേ? അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം നാബിന്റെ സ്റ്റാൻഡേർഡുകൾ പ്രാവർത്തികമാക്കിയാൽ മതിയോ? പോരാ അല്ലേ?
എന്താണ് നമ്മുടെ ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ അല്ലെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളിലും ഇത് കൊണ്ടുവരണ്ടേ? ഫാർമസിയിൽ മാത്രം നടപ്പിലാക്കിയാൽ മതിയോ? ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് പോരാ. ഓപ്പറേഷൻ തിയേറ്ററിൽ വേണം, അനസ്തീഷ്യയിൽ വേണം, MRD വേണം, HRM വേണം അല്ലേ? അപ്പൊ ഈ നാബിന്റെ സ്റ്റാൻഡേർഡുകൾ എന്താണ് നമ്മുടെ മുഴുവൻ ഓർഗനൈസേഷനും ഉപയോഗിക്കേണ്ടതാണ്. ഓർഗനൈസേഷന്റെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമല്ല. ഓർഗനൈസേഷൻ പ്രൊവൈഡ് മൾട്ടിപ്പിൾ സർവീസസ് ആൻഡ് ദ സ്റ്റാൻഡേർഡ്സ് ആർ ഈക്വലി അപ്ലിക്കബിൾ to all services within the healthcare organization. അല്ലെ എന്താണ് നാബിന്റെ ആ ഒരു എന്താണ് നമ്മുടെ ഓർഗനൈസേഷൻ ഒരുപാട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, പേഷ്യന്റിന് ഒരുപാട് സേവനങ്ങൾ നൽകുന്നുണ്ട് അല്ലെ, മൾട്ടിപ്പിൾ സർവീസസ്. അപ്പൊ ഈ എല്ലാ സർവീസസുകളിലും നാബിന്റെ ഈ സ്റ്റാൻഡേർഡുകൾ നമുക്ക് ഒരേപോലെ എന്ത് ചെയ്യണം? പ്രാവർത്തികമാക്കണം, അപ്ലിക്കബിൾ ആക്കണം. ഓക്കെ, എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു പിക്ചർ കണ്ടോ? ഇത് നമ്മുടെ നാബിന്റെ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. നാബ് നമ്മുടെ എന്താണ് ഒരു ഹോസ്പിറ്റലിന്, മംഗള ഹോസ്പിറ്റൽ എന്നുള്ള ഒരു ഹോസ്പിറ്റലിന്, മംഗള ഹോസ്പിറ്റൽ ആൻഡ് മംഗള കിഡ്നി ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിന് കിട്ടിയ നാബിന്റെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇവര് പ്രീ അക്രഡിറ്റേഷൻ എൻട്രി ലെവലിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നേക്കുന്നതാണ് കേട്ടോ. ആ ഒരു സർട്ടിഫിക്കറ്റ് എങ്ങനെയാണെന്നുള്ളതിന് ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ നമ്മുടെ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ് കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മിസ് പറഞ്ഞിട്ടുണ്ടായി അല്ലെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. ഈ പാഠത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബില്? ഇല്ല. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാലോ, ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്ക്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. നിങ്ങൾ മിസ്സിന്റെ ഒപ്പം തന്നെ നിന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുടങ്ങാം കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാല്ലേ, ഡിസാസ്റ്റർ, ദുരന്തം അല്ലെ, കേട്ടിട്ടുണ്ട് അല്ലെ? കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ദുരന്തം ഉണ്ടാകും. നമുക്കറിയാം എന്താണ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഉണ്ട് അല്ലെ, പ്രകൃതി ദുരന്തങ്ങളുണ്ട്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങളുണ്ട് അല്ലെ. എന്താണ് നമ്മുടെ ഫ്ലഡ്, ഭൂകമ്പം, ഉരുൾപൊട്ടൽ, അതൊക്കെ എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ് അല്ലെ. ബോംബ്, കലാപങ്ങളൊക്കെ എന്താണ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണ് അല്ലെ. വാറുകൾ, യുദ്ധങ്ങള്, അതൊക്കെ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഈ ഒരു ഡിസാസ്റ്റേഴ്സ് സംഭവിച്ചു കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്? ഒന്നും നടക്കുന്നില്ല. നാശം അല്ലെ, നാശം ഉണ്ടാകുന്നുണ്ടോ? നമ്മ പറയാറുണ്ട് അല്ലെ. ഇപ്പൊ 2024 ജൂലൈ 30 ഇവിടെ വയനാട് ചൂരൽമലയില് ഉരുൾപൊട്ടൽ ഉണ്ടായി അല്ലേ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മ പറയണേ എന്തോരം നാശങ്ങളാണ് ഉണ്ടായത്, പറയാറില്ലേ? ഉണ്ടോ? പറയാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഡാമേജ് അല്ലെ, നാശങ്ങൾ സംഭവിക്കുന്നുണ്ട്. പിന്നെ എന്താണ് എക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻസ്, ലോസ് ഓഫ് ലൈഫ് അല്ലെ,
ഒരുപാട് ഹ്യൂമൻ ലൈഫുകൾ അല്ലെ, മനുഷ്യന്റെ ജീവന് നഷ്ടം സംഭവിക്കുന്നുണ്ടോ, മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലെ, ഡെത്ത് അല്ലെ. പിന്നെന്താണ്, പാരിസ്ഥിതിക വിഘ്നങ്ങള് അല്ലെ, അവിടുത്തെ പരിസ്ഥിതിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ. ഇപ്പൊ നമ്മ പറഞ്ഞു ചൂരൽമലയില് അല്ലെ, മുണ്ടക്കൈ ഗ്രാമത്തില് ഉരുൾപൊട്ടൽ ഉണ്ടായി. ഇപ്പൊ അവിടുത്തെ സ്ഥലം എങ്ങനെയാണ്, അവിടെ ഒരുപാട് വീടുകൾ ഉണ്ടായി അല്ലെ, നമുക്ക് എന്താണ് ടിവിയിലൊക്കെ ന്യൂസിലൊക്കെ കണ്ടില്ലേ. ഇപ്പൊ അവിടെ അങ്ങനെ വീടുകളുണ്ടോ, തരിശായി കിടക്കാണ് അല്ലെ. ഉരുൾപൊട്ടി വന്ന് അവിടേക്ക് എന്തായി, ഒരുപാട് എക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻസ് അല്ലെ, വാഹന ഗതാഗതം തടസ്സപ്പെടും അല്ലെ. ആണോ, പരിസ്ഥിതിക്ക് ഒരുപാട് വിഘ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലെ. ആണോ, അപ്പൊ എന്താണ്, ഡാമേജ്, നാശം ഉണ്ടാവുന്നുണ്ട്, പരിസ്ഥിതിക്ക് വിഘ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്, മനുഷ്യജീവന്റെ നഷ്ടല്ലേ, ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചിലവരെന്താണ്, അവര് ഫിസിക്കലി ആയിട്ട് അവരൊരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, ഫിസിക്കലി ആയിട്ടും സൈക്കോളജിക്കലി മാനസികപരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടോ. ചിലര് കൈ നഷ്ടപ്പെടുന്നുണ്ട്, കാലുകൾ നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇല്ലേ, പിന്നെ കൂടാതെ എന്താണ്, നമ്മുടെ ആരോഗ്യ സേവനങ്ങളിലെ അപചയം അല്ലെ. ഇപ്പൊ എന്താണ്, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് ഈ ആളുകളൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം അല്ലെ, അവർക്കുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടി, ചികിത്സകൾ കൊടുക്കുന്നതിന് വേണ്ടി. അപ്പൊ അറ്റ് എ ടൈം ഒരു 100 പേഷ്യൻസിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഹോസ്പിറ്റലില് അറ്റ് എ ടൈം ഒരു 500 അല്ലെങ്കിൽ ഒരു 400 പേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ എന്താണ്, പ്രവർത്തനങ്ങളിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവുന്നില്ലേ. അവർക്ക് റിസോഴ്സുകൾ തികയാതെ വരും, സ്റ്റാഫുകൾ തികയാതെ വരും അല്ലേ. ആണോ, സ്റ്റാഫുകൾ തികയാതെ വരും, അവർക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ശരിയായ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാതെ വരും അല്ലേ. അപ്പൊ ആരോഗ്യ പരിചരണ മേഖലയിൽ എന്താണ്, അപചയം സംഭവിക്കുന്നുണ്ട്. കൂടാതെ ആ ഒരു ഡിസാസ്റ്റർ ഉണ്ടായ ആ ഒരു ഭാഗത്തുള്ള ആളുകൾക്ക് മാത്രമാണോ റെസ്പോണ്ട് ചെയ്യുന്നത്, ആണോ, അല്ല. എന്താണ്, മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള അല്ലെ, മറ്റു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് അല്ലെ. അവർക്ക് വസ്ത്രങ്ങള്, ഭക്ഷണങ്ങള്, പാർപ്പിടങ്ങള് അല്ലെ, അവരെ സെക്യൂർഡ് ആക്കുന്നതിന് വേണ്ടി, ആണോ, അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെ. അപ്പൊ എന്താണ്, മറ്റു സ്ഥലങ്ങൾ, മറ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഇടപെടൽ കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഏത് സംഭവത്തെയും നമുക്ക് എന്ത് പറയാം, ഡിസാസ്റ്റർ എന്ന് പറയാം അല്ലേ. ക്ലിയർ ആണോ, ഡാമേജ്, എക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ, എന്താണ്, loss of human life, deterioration of health and health services on a scale sufficient to warrant an extraordinary response from outside the affected community or area. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന ഏതൊരു സംഭവത്തെയും അല്ലെ നമുക്ക് എന്ത് പറയാം, ഡിസാസ്റ്റർ എന്ന് പറയാം. ക്ലിയർ ആണോ. ഇത് നമ്മുടെ ഡിസാസ്റ്ററിനെ കുറിച്ച് WHO പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ് കേട്ടോ. അപ്പൊ മിസ് പറഞ്ഞു തന്നത്, മിസ് അല്ല നിങ്ങൾ തന്നെയാണ് പറഞ്ഞു തന്നത് കുറെ കാര്യങ്ങള്. ഓക്കെ, പിന്നെ ഡിസാസ്റ്റർ ഒരു 2 വർഷം ഇപ്പൊ ചൂരൽമലയിലെ ആ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയപ്പോ തുടങ്ങിയതാണോ ഡിസാസ്റ്റർ, അല്ല അല്ലേ. മനുഷ്യരാശിയുടെ ചരിത്രം മുതൽ അല്ലെ, നമ്മളുടെ 1-ാം ലോകമഹായുദ്ധമൊക്കെ കേട്ടിട്ടില്ലേ, അതൊക്കെ എന്ന് നടന്നതാ അല്ലെ, ആണോ. അപ്പൊ എന്താണ്, മനുഷ്യരാശിയുടെ ആരംഭം മുതൽ അല്ലെ, ചരിത്രം തുടങ്ങുന്നത് മുതൽ എന്തുണ്ട്, ദുരന്തങ്ങൾ നിലവിലുണ്ടോ. നമുക്ക് തുടങ്ങാം അല്ലെ. Okay, but disaster management, disaster have been in existence ever since the history of mankind and have molded the destiny of the earth and its people. എന്താണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്, നമ്മുടെ മനുഷ്യരാശിയുടെ ആരംഭം മുതൽ ഡിസാസ്റ്റർ നിലവിലുണ്ട്. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗത്തുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വിധിക്ക് അനുയോജ്യമായിട്ട് വാർത്തെടുക്കാണ് അല്ലെ നടത്തുന്നത് അല്ലെ. അവരതുമായി പൊരുത്തപ്പെട്ടു വരികയാണ് അല്ലെ.
ആണോ? അവർക്ക് എന്താണ് ഒരുപാട് എക്കണോമിക്കലി അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുന്നുണ്ട്, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്, ചിലപ്പോ അവര് എന്താണ് സ്വത്തും അല്ലെ ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. പിന്നെ ഫിനാൻഷ്യലി അവർക്ക് ഒരുപാട് ക്രൈസിസ് വരുന്നുണ്ട് അല്ലെ. പിന്നെ ആ ഒരു വിധിക്ക് അനുയോജ്യമായിട്ട് അവരെ വാർത്തെടുക്കാണ് അല്ലെ. ആണോ? ഓക്കെ അല്ലേ ഇത്? അപ്പൊ എന്താണ് പിന്നെ ആ ഒരു എന്താണ് ഡിസാസ്റ്ററിന് അനുയോജ്യമായിട്ട് വിധിക്ക് അനുയോജ്യമായിട്ട് അവരെ വാർത്തെടുക്കുന്നു. The disaster event affect every community and no community is free from it. അല്ലെ, നമ്മുടെ ഈ ഡിസാസ്റ്റർ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെയുള്ള എല്ലാവരും ഒരേപോലെ ബാധിക്കുന്നുണ്ട് അല്ലെ. ഏതെങ്കിലും ഒരു സമുദായത്തിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിനെ മാറ്റി നിർത്തുന്നുണ്ടോ? ഇവര് കുഞ്ഞു കുട്ടികളാണ് അല്ലെങ്കിൽ ഇവര് പ്രായമായവരാണ് വൃദ്ധരാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ടോ? ഇല്ല അല്ലെ. പൈസക്കാരാണ് പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞ് മാറ്റി ഇല്ല. അതെന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ കമ്മ്യൂണിറ്റിയെയും ഒരുപോലെ എഫക്ട് ചെയ്യുന്നു. ഒരു കമ്മ്യൂണിറ്റിയെയും മാറ്റി നിർത്തുന്നില്ല. The disaster may be the second major human problem after war. നമ്മുടെ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, മനുഷ്യന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ഡിസാസ്റ്റേഴ്സ് ആണ് അല്ലെ. നമുക്ക് ആദ്യം ഒരു ഫ്ലഡ് വന്നു അല്ലെ, ഓർമ്മയുണ്ടോ? ഫ്ലഡ് വന്നത് ഓർമ്മയുണ്ടോ? 2018 അല്ലെ. അതിനുശേഷം എന്ത് വന്നു? ഒരു കൊറോണ വന്നു അല്ലേ. വന്നു, കോവിഡ് വന്നു അല്ലെ. അതൊക്കെ എന്താണ്? നമ്മുടെ മനുഷ്യൻ ഇങ്ങനെ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താ ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്? ഒരു യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാല് അല്ലെ, യുദ്ധം കഴിഞ്ഞാല് നമ്മുടെ എന്താണ് മനുഷ്യനെ ബാധിക്കുന്ന രണ്ടാമത്തെ പ്രശ്നമാണ്, മേജർ വലിയ പ്രശ്നമാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഇൻ റെസ്പെക്ട് ഓഫ് monetary ഡാമേജ് ആൻഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ കിൽഡ് ഓർ എഫക്റ്റഡ് അല്ലെ. ഇതെന്താണ്? നമുക്ക് ധനപരമായിട്ടുള്ള ഡാമേജ് അല്ലെ, നഷ്ടങ്ങളും പിന്നെന്താണ് ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുക അല്ലെ, കില്ല് ചെയ്യുകയും അവരെ എഫക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലെ. ഒരുപാട് പേര് വീടുകൾ നശിച്ചു പോകുന്നുണ്ട്, ഒരുപാട് പേർക്ക് മരണം സംഭവിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഫിസിക്കലി ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സൈക്കോളജിക്കലി മാനസികപരമായിട്ട് എഫക്ട് ചെയ്യുന്നില്ലേ? അപ്പൊ ഇതെന്താണ്? ധനപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള നാശങ്ങളും ഒരുപാട് പേര് എന്താണ് മരിക്കുകയും അല്ലെ മരണപ്പെടുകയും ഒരുപാട് പേരെ ഫിസിക്കലി സൈക്കോളജിക്കലി മെന്റലി എഫക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ? അത്ര ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. Millions of people fall victim annually by natural disaster and result in a number of deaths, suffering and economic losses. അല്ലെ, എന്താണ്? ഒരു വർഷം ആനുവലി മില്യൺസ് ഓഫ് പീപ്പിള് ഇതിന് ഇരയാകുന്നുണ്ടെന്ന്. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണോ, ദുരന്തങ്ങൾ മാത്രമാണോ ഡിസാസ്റ്ററിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്? അല്ല, വേൾഡ് വൈഡ് ആണ് അല്ലെ. അപ്പൊ വർഷത്തില് എന്താണ് ഈ ഒരു ഡിസാസ്റ്ററിന് ഒരുപാട് ആളുകൾ ഇരയാകുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് എന്താണ്? as a result number of deaths, ഒരുപാട് പേർക്ക് മരണം സംഭവിക്കുന്നുണ്ട്. അവരൊരുപാട് അല്ലെ സാമ്പത്തികപരമായിട്ടും മറ്റു രീതിയിലും അവർ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കഷ്ടപ്പെടുന്നുണ്ട് അല്ലെ, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. ആൻഡ് ദ poorest countries are mostly affected by disaster economically and socially. അല്ലെ, ഈ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ്? പൂറസ്റ്റ് കൺട്രീസിലായിരിക്കും അല്ലെ. അവർക്ക് പെട്ടെന്ന് അതിൽ നിന്ന് ഉയർത്തെഴുന്നേക്കാൻ സാധിക്കോ? വീണ്ടെടുക്കാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ അവരെന്താണ്? എക്കണോമിക്കലി ആയിട്ടും സാമൂഹികപരമായിട്ടും നമ്മുടെ പൂറസ്റ്റ് കൺട്രീസിനെ ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഫ്ലഡ് വന്നപ്പോ നമ്മ എന്ത് ചെയ്തു? എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്ന് നമ്മ അതിനെ ഏകദേശം ഒരു തരണം ചെയ്ത് മുന്നോട്ട് വന്നു അല്ലെ. ആണോ? കേരളം മുന്നോട്ട് വന്നു. അതിനുശേഷമാണ് അല്ലെ കൊറോണ വന്നത്. അപ്പൊ ഈ പൂറസ്റ്റ് കൺട്രീസ്, ദരിദ്ര രാജ്യങ്ങളാണെങ്കിൽ എന്താണ് ഈ ഒരു ഡിസാസ്റ്റേഴ്സ് അവരെ സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും അവരെ ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. ഓക്കെ,
ഇപ്പൊ ദസയിലൊക്കെ കണ്ടില്ലേ? ക്ലിയർ ആണോ അത് മിസ് പറഞ്ഞത്? സൊമാലിയയില ഒക്കെ കണ്ടില്ലേ കുട്ടികളൊക്കെ അല്ലെ? ഭക്ഷണം പോലും കിട്ടാതെയാണ് അവര് ബുദ്ധിമുട്ടുന്നത്. അപ്പൊ അവരെയൊക്കെ ഒരു ഡിസാസ്റ്റർ ബാധിക്കാന്ന് പറഞ്ഞിരുന്ന ആലോചിക്കാൻ നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നുണ്ടോ? നമ്മ വീഡിയോസും അല്ലെ യൂട്യൂബിലും നെറ്റിലൊക്കെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോ ആ കുട്ടികളുടെ ശരീരം കാണുമ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ലേ നമുക്ക് എന്തോരം ഭക്ഷണമാണ് അല്ലെ പാഴാക്കി കളയുന്നത്? ആണോ? അപ്പൊ അവരൊരു ഡിസാസ്റ്റർ ബാധിച്ചു കഴിഞ്ഞാൽ അവരുടെ സിറ്റുവേഷൻ എന്താവും എന്ന് ആലോചിച്ച് നോക്കിയേ. ക്ലിയർ അല്ലേ ആ ഒരു പോയിന്റ്? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. Disaster management can be defined as the organization and management of resources and responsibilities for dealing with all humanitarian aspects of emergencies, in particular preparedness, response and recovery in order to reduce the reduce the after effect of disasters. അല്ലെ ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഡിസാസ്റ്റർ എന്താണെന്ന് പറഞ്ഞത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെ, ഡിസാസ്റ്റർ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെ, അടിയന്തര സാഹചര്യങ്ങളുടെ എല്ലാ മാനുഷിക വശങ്ങളും ഹ്യൂമനിറ്റേറിയൻ ആസ്പെക്ട്സുകളും കൈകാര്യം ചെയ്യാനുള്ള വിഭവങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും ഓർഗനൈസേഷനെയും മാനേജ്മെന്റിനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു ഡിസാസ്റ്റർ സംഭവിച്ച ആ ഒരു കമ്മ്യൂണിറ്റിനെ വീണ്ടെടുക്കണോ? നമുക്ക് റിക്കവറി ചെയ്തെടുക്കണം അല്ലെ? വേണ്ടേ? വേണം. അപ്പൊ നമ്മ അതിനെന്ത് വേണം? അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകള്, ഭക്ഷണങ്ങള്, വസ്ത്രങ്ങള്, പാർപ്പിടങ്ങള് ഒക്കെ ഒരുക്കി കൊടുക്കണോ? അപ്പൊ അങ്ങനെയുള്ള റിസോഴ്സുകളുടെ എന്താണ് ഉത്തരവാദിത്തങ്ങളുടെയും ഓർഗനൈസേഷന്റെയും മാനേജ്മെന്റിനെയുമാണ് എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ അതിലെന്ത് പറയുന്നുണ്ട്? അതില് എന്താണ് ആ ഒരു ഡിസാസ്റ്ററിനെ നമുക്ക് തരണം ചെയ്യുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് വേണം അല്ലെ. ഇപ്പൊ നമ്മ പറഞ്ഞു എന്താണ് വയനാട് ചൂരൽമലയില് ആ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോ അവര് ആ ഒരു മണ്ണിന്റെ അടിയിൽ നിന്നൊക്കെ എടുക്കുന്നതിന് വേണ്ടി അല്ലെ എന്തോരം സന്നദ്ധ സംഘടനകളൊക്കെയാണ് ചെന്നത് അല്ലെ. നമ്മ ടിവിയിലൊക്കെ കണ്ടില്ലേ നിങ്ങ അല്ലെ? എന്തോരം ആളുകളാണ് അല്ലെ. അപ്പൊ അതിനെന്താണ് ഒരു പ്രിപ്പയർഡ്നെസ് അല്ലെ, അതിനൊരു തയ്യാറെടുപ്പ് വേണം അല്ലെ. അതെന്താണ്? അതിനെ അവർക്ക് എന്താണ് റെസ്പോൺസ് ചെയ്യണം അല്ലെ, പ്രതികരിക്കണം. പിന്നെ എന്താണ് ആ ഒരു സമൂഹത്തെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ വീണ്ടെടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഓർഗനൈസേഷന്റെയും മാനേജ്മെന്റിന്റെയും പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് നമ്മ പറഞ്ഞത് തന്നെയാണ് കേട്ടോ. ഡിസാസ്റ്ററിന്റെ ഡെഫിനിഷൻ ആണ്. Disaster definition. WHO defines disaster as any occurrence that causes. നമുക്ക് താഴെ ആ കാണിച്ചിരിക്കുന്ന കാരണങ്ങൾക്ക് കാരണമാകുന്ന ഏതൊരു സംഭവത്തെയും എന്ത് പറയുന്നു? ഡിസാസ്റ്റർ എന്ന് പറയുന്നു എന്നാണ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. എന്താണ്? ഡാമേജ് അല്ലെ, നാശങ്ങൾ ഉണ്ടാക്കുക. നെക്സ്റ്റ് എന്താണ്? പാരിസ്ഥിതിക വിഘ്നങ്ങൾ അല്ലെ, എന്താണ് നമുക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ഗതാഗതം അല്ലെ, മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ, അതിനുള്ള മരണങ്ങൾ സംഭവിക്കുക, ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഡിറ്റീരിയോറേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സർവീസസ് ഓൺ എ സ്കെയിൽ. അവിടെ ഒരു കോമ ഉണ്ട് കേട്ടോ, സ്കെയിൽ കഴിഞ്ഞിട്ട് ഒരു കോമ ഉണ്ട്. അതെന്താണ്? നമ്മുടെ ആരോഗ്യ സേവനങ്ങളുടെ സ്കെയിലിലെ അപചയം അല്ലെ. എന്താണ്? നമ്മൾ ഒരുപാട് പേരെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ കൊണ്ടുവരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ ഇല്ലാതിരിക്കുക, സ്റ്റാഫുകൾ ഇല്ലാതിരിക്കുക, ഹോസ്പിറ്റലിൽ സ്ഥലപരിമിതി അനുഭവപ്പെടുക, അവർക്ക് എഫിഷ്യന്റ് ആയ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കാതെ വരെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അപജയങ്ങൾ സംഭവിക്കുന്നുണ്ട്. കൂടാതെ എന്താണ്? ആ ഒരു എഫക്ട് ചെയ്ത കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രമല്ല അല്ലെ, ഔട്ട്സൈഡ് ദ കമ്മ്യൂണിറ്റി, പുറത്തു നിന്നുള്ള ആളുകളുടെ അസാധാരണമായ ഒരു പ്രതികരണം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. ആ ഒരു കമ്മ്യൂണിറ്റിയെ
വീണ്ടെടുക്കുന്നതിന് വേണ്ടി അല്ലെ അസാധാരണമായ പ്രതികരണം ഉണ്ടാക്കുന്ന ഏതൊരു സംഭവത്തെയും നമുക്ക് എന്ത് പറയാം? ഡിസാസ്റ്റർ എന്ന് പറയാം. ഓക്കെ ആണോ? മിസ് ഫസ്റ്റ് പറഞ്ഞാണ്, അതുകൊണ്ടാണ് ഇത്തിരി സ്പീഡിൽ മിസ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഡിസാസ്റ്റർ. രണ്ട് തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ആണ് ഉള്ളത്. എക്സ്റ്റേണൽ ഡിസാസ്റ്ററും ഇന്റേണൽ ഡിസാസ്റ്ററും. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാല് പുറത്ത് നടക്കുന്നത്, ഇന്റേണൽ എന്ന് പറഞ്ഞാല് 4 ചുമരുകൾക്കുള്ളില് ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ ഉള്ളില് നടക്കുന്ന ദുരന്തങ്ങളെയാണ് ഇന്റേണൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സിന് എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. ട്രെയിൻ ആക്സിഡന്റ്, ബോട്ട് ആക്സിഡന്റ് അല്ലെ? എന്താണ്? ട്രെയിൻ അപകടങ്ങള്, ബോട്ട് അപകടങ്ങള്, കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ് അല്ലെ? സങ്കീർണമായിട്ടുള്ള വാഹനാപകടങ്ങള്, എക്സ്പ്ലോഷൻ, ഫ്ലഡ് അല്ലെ? എന്താണ്? സ്ഫോടനം, വെള്ളപ്പൊക്കം, എയ്റോപ്ലെയിൻ ആക്സിഡന്റ് എന്താണ്? വിമാനാപകടങ്ങള്, ടൊർണാഡോ, സുനാമി അല്ലെ? എർത്തിക്വിക്ക്. ടൊർണാഡോ എന്ന് പറഞ്ഞാല് ചുഴലിക്കാറ്റ്, സുനാമി ഭൂകമ്പം അല്ലെ? എർത്തിക്വിക്ക് ഭൂകമ്പം. മാൻമേഡ് ഡിസാസ്റ്റർ ലൈക്ക് റിയോട്സ് എന്താണ്? മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങൾ. അതെന്താണ്? കലാപങ്ങൾ അല്ലെ? റിയോട്സ് എന്ന് പറഞ്ഞാല് കലാപം. നെക്സ്റ്റ് ഇന്റേണൽ ഡിസാസ്റ്റേഴ്സ്, ആന്തരിക ദുരന്തം. ഇന്റേണൽ ഡിസാസ്റ്റർ, ബോംബ് ത്രെട്ട് അല്ലെ? ബോംബ് ത്രെട്ട് ചിലപ്പോ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിലാകാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്കൂളിലായിരിക്കാൻ പറയുന്നത് അല്ലെ? അപ്പൊ ആ ഒരു ബോംബ് ത്രെട്ട്, ഫയർ, ഏതെങ്കിലും ഒരു ഏരിയയില് തീ പിടിക്കുക. നെക്സ്റ്റ് എന്താണ്? മെഡിക്കൽ ഗ്യാസ് ലീക്ക് അല്ലെ? ഒരു ഹോസ്പിറ്റലില് മെഡിക്കൽ ഗ്യാസ് ലീക്ക് സംഭവിക്കുക. അപ്പൊ അതൊക്കെ ഇന്റേണൽ ഡിസാസ്റ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. എക്സാമ്പിൾ ഓഫ് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഓർ അല്ലെങ്കിൽ ഇന്റേണൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ചോദിക്കാം. WHO ഡെഫിനിഷൻസ് വരാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഇത് അത്ര ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് മേജർ ഡിസാസ്റ്റേഴ്സ്. എന്താണ്? നമ്മുടെ മേജർ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ദുരന്തങ്ങൾ എന്താണ് എന്നാണ്? പ്രധാനപ്പെട്ട ദുരന്തങ്ങൾ അല്ലെ? ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി കേട്ടിട്ടുണ്ടോ? ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? എവിടെ നടന്നതാണ്? ഭോപ്പാലിൽ അല്ലെ? മഹാരാഷ്ട്രയിലുള്ള മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നടന്ന ഒരു ദുരന്താണ് അല്ലെ? എന്ത് ദുരന്താണത്? രാസ അപകടമാണ് അല്ലെ? കെമിക്കൽ ലീക്കേജ് അല്ലേ? ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലെ? കെമിക്കൽ ലീക്കേജ് ആണ് അല്ലെ? നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? എന്താണ്? 1984 ഡിസംബർ 2-ാം തീയതി എന്താണ്? നമ്മുടെ മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡിൽ ഉണ്ടായ ഒരു രാസ അപകടമാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറയുന്നത്. 1984 ഡിസംബർ 2-ന് മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡിൽ ഉണ്ടായ എന്താണ്? ഒരു രാസ അപകടമാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ഇതെന്താണ്? ആ ഒരു പ്ലാന്റിന് ചുറ്റും താമസിക്കുന്ന ഒരുപാട് ആളുകളെ ഇത് എഫക്ട് ചെയ്യുകയുണ്ടായി. അപ്പൊ നോക്കിയേ, എഫക്റ്റഡ് 2 lakh people. എന്താണ്? 2 ലക്ഷം ആളുകളെ ഇത് എഫക്ട് ചെയ്തു. എന്താണ്? 3000 lives lost. എന്താണ്? 3000 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഓക്കെ, ഇതിൽ നിന്ന് വന്ന വിഷവാതകത്തിന്റെ പേര് മീഥൈൽ ഐസോസയനേറ്റ് എന്നാണ് കേട്ടോ. അവര് ശ്വസിച്ച ആ ഒരു വാതകത്തിന്റെ പേര്, ആ ഒരു കമ്പനിയിൽ ലീക്ക് ഉണ്ടായ കെമിക്കലിന്റെ പേര് മീഥൈൽ ഐസോസയനേറ്റ്. ഓക്കെ, അപ്പൊ ആ ഒരു വാതകം ശ്വസിച്ചിട്ട് ആ ഒരു പ്ലാന്റിന് ചുറ്റും താമസിക്കുന്ന ഒരുപാട് ആളുകളെ ഈ ഒരു വാതകം ശ്വസിച്ച് 2 ലക്ഷത്തോളം ആളുകളെ ഇത് എഫക്ട് ചെയ്യുകയും 3000 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അതൊക്കെയല്ലേ? നെക്സ്റ്റ്, cyclone in Andhra Pradesh and Orissa at interval of every 2 years claimed 25,000 lives. എന്താണ്? നമ്മുടെ ആന്ധ്രാപ്രദേശിലും ഒറീസയിലും ഉണ്ടാകുന്ന
ഓരോ 2 വർഷം കൂടി ഇന്റർവെൽ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. ഓരോ 2 വർഷം കൂടുമ്പോഴും ഉണ്ടാകുന്ന സൈക്ലോൺ ആണ് അല്ലെ, ചുഴലിക്കാറ്റാണ് എന്താ ഈ ഒരു സൈക്ലോൺ എന്ന് പറയുന്നത്. ഇതിൽ എത്ര പേരെ അഫക്ട് ചെയ്യുന്നുണ്ട്? 25,000 പേരെ അല്ലെ ഇത് ജീവൻ അപഹരിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് ഓരോ 2 വർഷം കൂടുമ്പോഴും ആന്ധ്രാപ്രദേശിലും ഒറീസയിലും വീശുന്ന ഒരു ചുഴലിക്കാറ്റാണ് സൈക്ലോൺ. ഇതില് എത്ര പേരെ ക്ലെയിം ചെയ്യുന്നുണ്ട്? 25,000 പേർക്ക് ജീവൻ അപകടത്തിൽപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എർത്ത്ക്വേക്ക് അല്ലെ, ഭൂകമ്പം ഇൻ ലാത്തൂർ ഇൻ മഹാരാഷ്ട്ര 1993. 1993 നമ്മുടെ ലാത്തൂർ മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ ഉണ്ടായിട്ടുള്ള എർത്ത്ക്വേക്ക്. നെക്സ്റ്റ് സുനാമി അല്ലെ, സുനാമി ഓർമ്മയുണ്ടാക്കിയെങ്കിലോ? കേട്ടത് സുനാമി ഉണ്ട് അല്ലെ. അപ്പൊ എന്നാണ് അത് ഉണ്ടായത്? 2004 അല്ലെ, ഡിസംബർ 26 അല്ലെ ആണോ? അപ്പൊ സുനാമി സൗത്തേൺ ഇന്ത്യ കോസ്റ്റ് ലൈനില് എന്താണ് നമ്മുടെ സൗത്തേൺ ഇന്ത്യ തീരപ്രദേശങ്ങളില് 26 ഡിസംബർ 2004 ഉണ്ടായ എന്താണ് സുനാമി. ഇതെന്താണ് 10,273 ഡെഡ്, 2,39,000 homeless, 27 lakh affected. എന്താണ് ഈ ഒരു 2004 ഡിസംബർ 26 ഉണ്ടായ സുനാമി 10,273 പേർക്ക് മരണം സംഭവിച്ചു അല്ലെ. കൂടാതെ എന്താണ് 2,39,000 പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു, ഹോംലെസ് ആയി അല്ലെ, വീടുകൾ നഷ്ടപ്പെട്ടു. 27 ലക്ഷം ആളുകളെ ഇത് ബാധിക്കുകയും എഫക്ട് ചെയ്യുകയും സാമ്പത്തികപരമായിട്ടും ഒക്കെ 27 ലക്ഷം ആളുകളെ ബാധിക്കുകയും ചെയ്തു. ഓക്കെ, ഈ പേരുകൾ മാത്രം പഠിച്ചു വെക്കാട്ടോ മക്കളെ. മേജർ ഡിസാസ്റ്റേഴ്സിന്റെ പേരുകൾ മാത്രം പഠിച്ചു വെക്കാട്ടോ. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, ഡിസാസ്റ്റർ പാരഡിഗ്മ എടുക്കട്ടെ മിസ്. ഡിസാസ്റ്റർ പാരഡിഗ്മ അല്ലെ, ഡിസാസ്റ്റർ മാതൃകയില് ഓരോ ലെറ്റേഴ്സും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഡി ഫോർ ഡിറ്റക്ഷൻ അല്ലെ, എന്താണ് ആ ഒരു ദുരന്തത്തിന്റെ ആരംഭം കണ്ടെത്തണം അല്ലെ. ഇത് എവിടെ നിന്നാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഉണ്ടായത് അല്ലെ. അപ്പൊ ആ ഒരു ദുരന്തത്തിന്റെ ആരംഭം കണ്ടെത്തൽ. നെക്സ്റ്റ് എന്താണ് ഐ, ഇൻസിഡന്റ് കമാൻഡ് അല്ലെ. എന്താണ് നമ്മുടെ ആ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാല് അതെന്ത് ചെയ്യണം, നല്ല രീതിയിൽ നമുക്ക് അത് മാനേജ് ചെയ്യണ്ടേ, കൈകാര്യം ചെയ്യണം അല്ലെ. ആളുകളെ രക്ഷിക്കണം, അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ എത്തിച്ചു കൊടുക്കണം, വേണം. അപ്പൊ അതിനുള്ള ഒരു കമാൻഡ് അല്ലെ, നിർദ്ദേശങ്ങൾ കൊടുക്കണം അല്ലെ, അവർക്ക് അതിനനുസൃതമായിട്ടുള്ള. അപ്പൊ അതാണ് ഇൻസിഡന്റ് കമാൻഡ്. എന്താണ് പ്രതികരണം കൈകാര്യം ചെയ്യുന്നതിനുള്ള അല്ലെ, ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു കമാൻഡ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അല്ലെ. എന്താണ് ഡിസാസ്റ്റർ ബാധിതരായിട്ടുള്ള ആളുകൾക്ക് എന്താണ് അവരുടെ സുരക്ഷിതത്വം സെക്യൂരിറ്റി ഉറപ്പുവരുത്തണോ. സുരക്ഷിതത്വവും സെക്യൂരിറ്റിയും ഉറപ്പുവരുത്താം അല്ലെ. നെക്സ്റ്റ് എന്താണ് അസസ് ഹസാർഡ് അല്ലെ, ആ ഒരു ദുരന്തം അല്ലെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തൽ നടത്താറില്ലേ. എത്ര പേരെ എഫക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര പേർക്ക് ഫിസിക്കലി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ, എത്ര പേർക്ക് എന്താണ് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആ ഒരു ദുരന്തം വിലയിരുത്താറുണ്ടോ? അപ്പൊ അതാണ് അസസ് ഹസാർഡ്. ഓക്കെ, എന്താണ് ഇല്ലേ നമ്മ ന്യൂസില് അല്ലെ അപ്ഡേറ്റ് ആയിട്ട് ഓരോ തവണ ന്യൂസ് കേൾക്കുമ്പോഴും കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ ആദ്യം ഒരു 10 പേര് മരിച്ചു എന്ന് തന്നെ, പിന്നെ അവരെന്ത് പറയും 15 പേരായില്ലേ. അവരെന്ത് ചെയ്യാണ്, വിലയിരുത്തൽ നടത്താണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അസസ് ഹസാർഡ് അല്ലെ, ആ ഒരു അപകടം വിലയിരുത്തുന്നു. നെക്സ്റ്റ് എന്താണ് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം അല്ലെ, പിന്തുണ കൊടുക്കണ്ടേ, മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും എന്താണ് ഫിനാൻഷ്യലിയും അവരെ സപ്പോർട്ട് ചെയ്യണം അല്ലെ, അവർക്ക് വേണ്ട പിന്തുണ നൽകുക. ഇപ്പൊ ആ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നമ്മ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഭയങ്കര വൈറൽ ആയതുണ്ടായില്ലേ, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ സന്നദ്ധരായില്ലേ.
ഒരു ഭാര്യയും ഭർത്താവും അല്ലേ? ഒരു ഭാര്യ മുന്നോട്ട് വന്നത്. അപ്പൊ അതേപോലെ അതെന്താണ്, അവർക്ക് സപ്പോർട്ട് നൽകുകയാണല്ലേ നമ്മ, ആണോ? നമുക്ക് തന്നാൽ കഴിയുന്ന രീതിയിൽ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സപ്പോർട്ട്. നെക്സ്റ്റ് എന്താണ്, ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റ് അല്ലെ. എന്താണ്, പരിക്കേറ്റവർക്ക് എന്താണ് ആദ്യം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കുക, അവർക്ക് ആവശ്യമായുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക, അവരെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് അവരെ സോർട്ട് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നടത്തുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റ് നൽകുന്നുണ്ട്. നെക്സ്റ്റ് എന്താ, അതാണ് ടിയിൽ പറയുന്നത്. ഈ പറയുന്നത് എന്താണ്, ഇവാക്വേഷൻ അല്ലെ. അവിടെ നിന്ന് ഒഴിപ്പിക്കണ്ടേ, ബാക്കിയുള്ള ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കണോ, മാറ്റി താമസിപ്പിക്കണം അല്ലെ. ആ ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് അവരെ മാറ്റി താമസിപ്പിക്കണം, ഒഴിപ്പിക്കണം. അപ്പൊ അതാണ് ഇവാക്വേഷൻ. ഈ നെക്സ്റ്റ് എന്താണ്, ആ റിക്കവറി അല്ലെ. അവരെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടെടുത്ത് കൊടുക്കണോ. ഇപ്പൊ വയനാട് ദുരന്തം സംഭവിച്ച ആളുകൾക്ക് എന്താണ്, ഗവൺമെന്റിൽ നിന്ന് വീടുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, അവരെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും മറ്റ് സന്നദ്ധ സംഘടനകളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ പബ്ലിക്കായി നമ്മളിൽ നിന്നൊക്കെ എന്താണ്, അവരെ വീണ്ടെടുത്തു കൊടുക്കുക അല്ലെ, റിക്കവറി ചെയ്യിക്കുക. ഓക്കെ, ഡിസാസ്റ്റർ പാരഡൈമോ ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, നെക്സ്റ്റ് ഒരു ഇച്ചിരി കൂടി എടുത്തോട്ടെ, ക്ലിയർ അല്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാമെന്നോ, എടുക്കാം മിസ്, എടുക്കാം. അത് കംപ്ലീറ്റ് ആവില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ. മിസ് എടുത്ത ഭാഗം ഓക്കെ ആണോ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു സെക്ഷൻ ഓക്കെ ആണോ? ഡിസാസ്റ്റർ എന്നുള്ള ഒരു പാഠം മിസ് ഇപ്പൊ എടുത്തിട്ട് നമ്മുടെ ക്വാളിറ്റി അഷുറൻസ് കംപ്ലീറ്റ് ആയി അല്ലേ? അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.